വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരായ നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മുട്ടിച്ചിറ ശുഹദാക്കളുടെ 190-ാം ആണ്ട് നേർച്ചയുടെ ആരംഭ ദിനത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മമ്പറന്നങ്ങന്മാരെക്കുറിച്ച് ഒരുപാട് പറയുകയും ധാരാളം എഴുതുകയും പ്രത്യേകിച്ചും ചെറൂർ ശുഹദാക്കളെക്കുറിച്ചും മുട്ടിച്ചിറ ശുഹദാക്കളെക്കുറിച്ചൊക്കെ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവരുടെ ഉറൂസിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമത്തിൽ അവരുടെ ഖബറിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ അവസരമുണ്ടാകുന്നത്. 190 വർഷം മുമ്പ് 1841 ശവ്വാൽ മാസത്തിൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം ഈ ഒരു പരിസരത്ത്, മുട്ടിച്ചിറയുടെ ഈ ഒരു പള്ളിയുടെ പരിസരത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ സൈന്യം തന്നെ കേണൽ ഷേക്സ്പിയറിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടുകയും പള്ളിയിലുണ്ടായിരുന്ന നിസ്കരിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന ജനങ്ങളെ വെടിവെച്ചുകൊണ്ട് നേരത്തെ തന്നെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ, നോമ്പ് മുതൽ നടന്നുകൊണ്ടിരുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഈ നാട്ടിലേക്ക് കടന്നു വന്ന് വലിയൊരു വെടിവെപ്പ് നടക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളുമായിട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടുന്നു, രക്തസാക്ഷികളാകുന്നു. 11 പേര് ഈ ഒരു നടുത്തളത്തിലിരുന്ന് പിടച്ചു മരിക്കുന്ന ഒരു ചരിത്രം. പട്ടാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നില്ലെങ്കിലും പലരും മരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ചരിത്രത്തിലെ ഇത്രമാത്രം വളരെ ഗൗരവത്തോടെ ചരിത്രം രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിന് സാക്ഷിയായൊരു മണ്ണാണ് മുട്ടിച്ചിറ എന്നുള്ളത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ രക്തസാക്ഷികളുടെ ചാരത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രക്തസാക്ഷ്യം എന്ന് പറയുന്നൊരു പേര്, അതിലപ്പുറം ശുഹദാക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വൈപുല്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ശുഹദാക്കളുടെ ചാരത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇവർ രേഖപ്പെടുത്തി വെച്ച ഒരുപാട് ചിന്തകളുടെ, ഒരുപാട് അർത്ഥതലങ്ങളുള്ള അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ഇടപെടലുകളുടെ ഒരു വലിയൊരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്കൊരു പക്ഷെ കടന്നു പോകാൻ സാധിക്കില്ലെന്ന് വന്നേക്കാം. 18-ാം നൂറ്റാണ്ടിൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെ, മുസ്ലിങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് മുട്ടിച്ചിറ പോരാട്ടം, സമരം എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ശുഹദാക്കളുടെയും സൂഫികളുടെയും ചരിത്രം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഓതുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഖുർആനിൽ നിന്ന് തന്നെ മിന സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ എന്ന് നമ്മളതിന് വിശദമായ അർത്ഥം പറയാറുണ്ട്. ഈ സ്വാലിഹ്യങ്ങളും ശുഹദാക്കളും കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഒരുപക്ഷെ ഇവിടുത്തെ
നമ്മൾ ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് പോകുമ്പോൾ ഉലമാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓർക്കപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൽ മാത്രമല്ല മുസ്ലിം ലോകത്ത് ഓർക്കപ്പെട്ടിട്ടുള്ളത് ശുഹദാക്കളും സൂഫികളുമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരുടെ മക്കാമുകളും അവരുടെ പേരിലുള്ള നേർച്ചകളും വളരെ വിപുലമായി അവരുടെ പള്ളികളെ അഗ്നിക്കിരയാക്കുകയും ചെയ്തപ്പോൾ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ധാരാളം ജനങ്ങൾ രക്തസാക്ഷിത്വം വരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കാണുന്നത് മലപ്പുറം ശുഹദാക്കളുടെ ചരിത്രം 1700-കളുടെ അവസാനത്തിൽ. ഇതുപോലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓമാനൂർ ശുഹദാക്കളുടെ ചരിത്രം 1700-കളിലാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോയാൽ താത്തൂർ ശുഹദാക്കൾ 1700-കളിൽ പള്ളി സംരക്ഷണത്തിന് വേണ്ടി പോരടിച്ച ഒരു പറ്റം ശുഹദാക്കളുടെ ഖബറിടം നമുക്ക് താത്തൂർ പള്ളിയിൽ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ചരിത്രം നമുക്ക് കണ്ടെത്താൻ പറ്റും. വ്യത്യസ്ത ഭാഗങ്ങളിൽ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 1700-കളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഹിസ്റ്ററി തന്നെയുണ്ട്. അതിനെ തുടർന്ന് ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി. അതിനു മുമ്പ് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള പോരാട്ടങ്ങളുണ്ട്. തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിൽ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വ്യത്യസ്ത പോരാട്ടങ്ങളിൽ ഷഹീദായ ഒരുപാട് പേരുടെ ഖബറിടങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതും കഴിഞ്ഞൊരു നാലാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി 1792 മലബാറിൽ ബ്രിട്ടീഷുകാർ കാലുകുത്തിയത് മുതൽ ആ ഒരു പോരാട്ടത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു സജീവമായ ചരിത്രം തന്നെ മലബാറിൽ ആവർത്തിച്ചു വരുന്നത് നമ്മൾ കണ്ടെത്തുന്നു. മമ്പ്രന്തങ്ങന്മാരുടെ ശക്തമായ നേതൃത്വമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം 1844 മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ അന്തരിക്കുന്നതുവരെ, വഫാത്താക്കുന്നതുവരെ 1770 മമ്പ്രം തങ്ങൾ മലബാറിലേക്ക് കടന്നു വരുന്നത്, മമ്പുറത്ത് വന്ന് താമസിക്കുന്നത്. ആ ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ശുഹദാക്കളുടെ ഒരു നാലാം ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് മഹാന്മാരായ ചേറൂർ ശുഹദാക്കളെ പോലെയുള്ള, മുട്ടിച്ചിറ ശുഹദാക്കളെ പോലെയുള്ള ചരിത്രം നമ്മൾ കാണുന്നത്. ശുഹദാക്കളുടെ ചരിത്രത്തിൻ്റെ ഒരു 5-ാം ഘട്ടം എന്ന് നമ്മൾ കാണുന്നത് 1921 മലബാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ വ്യാപകമായിട്ട് ആയിരക്കണക്കിന് പേരെ വളരെ നിഷ്കരുണം കൊന്നൊടുക്കിയ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ വളരെ ക്രൂരമായ ഒരു ചരിത്രം 1921 പോരാട്ടത്തിൻ്റെ മുഖത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇവരെയൊക്കെ മലബാറിലെ ജനങ്ങൾ ഓർത്തെടുത്തിട്ടുള്ളത് ഒരുപക്ഷെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ചരിത്രത്തെ, അവരുടെ ഖബറുകളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഓരോ വർഷവും അവരുടെ നേർച്ചകളും ഉറൂസുകളും അനുസ്മരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ടുകളായും അനുസ്മരണങ്ങളായും പദ്യമായിട്ടും ഗദ്യമായിട്ടും മാപ്പിളമാർ അവരുടെ ഓർമ്മകളെ മലബാറിൻ്റെ ചരിത്രത്തിൽ നിരന്തരമായിട്ട് നിലനിർത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അത് കേവലം ഇത്തരത്തിലുള്ള സൂഫികളെയും അതേപോലെ ശുഹദാക്കളെയും ഓർക്കുക എന്നുള്ളതിലപ്പുറത്ത് വലിയൊരു ചരിത്രത്തിൻ്റെ സംരക്ഷണം കൂടിയാണ്. വലിയൊരു ചരിത്രത്തിൻ്റെ സംരക്ഷണം കൂടിയാണ്. നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ 1700-കളുടെ അവസാനം മുതൽ 1800-കളുടെ അല്ലെങ്കിൽ 1920 വരെയുള്ളൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള രചനകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പടപ്പാട്ടുകൾ വരുന്നുണ്ട്. ഈ പടപ്പാട്ടുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ബദർ യുദ്ധം, അത് ഈ ഒരു റമദാൻ 17-നാണ്. ഈ ബദർ യുദ്ധത്തിൻ്റെ ഓർമ്മകളെ ഒരുപക്ഷെ 50ഓളം കൃതികൾ, അതിലും കൂടുതലുണ്ടായിരിക്കും, പദ്യമായിട്ടും ഗദ്യമായിട്ടും. നമ്മൾ ഇന്ന് മജ്ലിസ് നൂറിൽ പോലും നമ്മൾ നിരന്തരമായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്നത് ബദരീങ്ങളെയാണ്. പദ്യമായിട്ടും ഗദ്യമായിട്ടും മാലപ്പാട്ടുകളായിട്ടും മൗലിദുകളായിട്ടും ഖസീദകളായിട്ടുമൊക്കെ ഒരു 50-ലേറെ രചനകൾ ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറബിയിലും അറബി മലയാളത്തിലുമായിട്ട് മലബാറിൽ ഉണ്ടാകുന്നുണ്ട്. ശുഹദാക്കളെ ഓർക്കുക എന്നുള്ളത് അത്രമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് മുസ്ലിം ലോകം കണ്ടതുപോലെ തന്നെ മലബാറിലെ മുസ്ലിങ്ങളും
ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവർ ഓർത്തുകൊണ്ടിരുന്നത്, അവർ ആ സ്മരണകളെ നിലർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തെ അവർ പദ്യമായിട്ടും ഗദ്യമായിട്ടും അവർ ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം മഹാന്മാരായ ശുഹദാക്കളുടെ ഖബറുകളെ അത് സംരക്ഷിച്ചുകൊണ്ട് പുതിയ തലമുറകൾക്ക് ആ ഓർമ്മകളെ അതിൻ്റെ പച്ചയിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി നിരന്തരം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഉറൂസുകളായിട്ടും നേർച്ചകളായിട്ടും അവർ ഇതിനെ ജനങ്ങളിലേക്ക് സന്ദേശത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചാരത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഒരു വലിയ ചരിത്രമാണ്. ആ വലിയ ചരിത്രത്തെ ഒരാൾക്കും തന്നെ സംസ്കരിക്കാൻ സാധിക്കില്ല എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 190ാമത് നമ്മൾ അതിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശുഹദാക്കളെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂഫികളുടെയും ശുഹദാക്കളുടെയും രണ്ടിൻ്റെയും സംഘാതം കൂടിയാണ്. പ്രത്യേകിച്ച് മമ്പ്രം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുട്ടിച്ചിറ ശുഹദാക്കളെയും അല്ലെങ്കിൽ ചേറൂർ ശുഹദാക്കളെയും ഓർക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എത്തിപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം തീർച്ചയായിട്ടും മുട്ടിച്ചിറ ശുഹദാക്കളെ നമ്മൾ ഓർക്കുമ്പോൾ മമ്പ്രം തങ്ങളെ അവരുടെ മുറബിയായ, അവരുടെ ഷേഖായ, അവരുടെ മുർഷിദായ മമ്പ്രം സയ്യിദ് അലവി തങ്ങളെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1841 ഈ ഒരു ശവ്വാൽ മാസത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് 6ാമത്തെ ദിവസത്തിൽ ഈ ഒരു ഭൂമി, ഈ ഒരു ചുറ്റുപാട് വലിയൊരു പോരാട്ടത്തിന് സാക്ഷിയാകുമ്പോൾ മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ ഈ ഒരു സംഭവത്തെ അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ മമ്പ്രം തങ്ങൾ അതിൽ നിരന്തരമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ഈ പരിസരത്തുള്ള ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗൈഡൻസിൻ്റെ ഇർഷാദിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നും മുട്ടിച്ചിറ ശുഹദാക്കളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലത്തെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഏതർത്ഥത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ മുട്ടിച്ചിറ ശുഹദാക്കൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, മമ്പ്രം സയ്യിദ് അലവി തങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരുപക്ഷെ 1500-കൾ വരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊളോണിയലിസം ആരംഭിക്കുന്നത് വരെ, പ്രത്യേകിച്ചും അവരുടെ സെറ്റിൽമെൻറ്റ്, അവരുടെ താമസം എന്ന് പറയുന്നത് കോസ്റ്റൽ ബെൽറ്റിലാണ്, കടലോരങ്ങളിലാണ് പ്രധാനമായിട്ടും 1500-കൾ വരെ മുസ്ലിങ്ങൾ കൂടുതലായിട്ട് താമസിച്ചിരുന്നത്. പോർച്ചുഗീസുകാർ വരികയും അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന അറബികളുമായിട്ട് വലിയ കച്ചവട ബന്ധം നിലനിർത്തുകയും സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടുത്തെ ഉൾഭാഗത്തുള്ള ചരക്കുകളും കോസ്റ്റൽ ബെൽറ്റിലേക്ക് കൊണ്ടുവന്ന് അറബ്സുമായിട്ട് കച്ചവടം നടത്തിയിരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതാപികളായ ധനാഢ്യരായ ഒരു വിഭാഗമാണ് 1500-കൾ വരെ കേരളത്തിലെ മുസ്ലിങ്ങൾ. പോർച്ചുഗീസുകാർ കടന്നു വരുന്നു, അവരുമായിട്ട് വലിയ യുദ്ധത്തിൽ ഏർപ്പെടുന്നു, അറബികളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്നു. ഇതോടുകൂടിയിട്ട് അനാഥരായിട്ട് മുസ്ലിങ്ങൾ മാറുന്നു. അവർ കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് ഇന്റർലാൻഡിലേക്ക്, ഉൾദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരാകുന്നു. ഇതോടുകൂടിയിട്ട് മുസ്ലിങ്ങളുടെ ഒരു പ്രതാപം അസ്തമിച്ചു പോവുകയാണ്. ആ ഒരു യാത്രയിലൂടെയാണ് ഈ തീരദേശത്തിൽ നിന്ന് ഉൾദേശങ്ങളിലേക്കുള്ള മുസ്ലിങ്ങളുടെ താമസം ഉണ്ടാകുന്നത്. 1600-കളും 1700-കളൊക്കെ ആകുമ്പോൾ ഉൾദേശത്തിലേക്ക് ചെറിയ അളവിൽ ആളുകൾ വന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ ഉൾപ്രദേശങ്ങളിലേക്ക് പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഈ ഒരു ഘട്ടത്തിലാണ് മമ്പ്രം സയ്യിദ് അലവി തങ്ങളുടെ ഇവിടെ യമനിൽ നിന്ന് ഹളറമി സയ്യിദ്സിന്റെ ആഗമനം ഉണ്ടാകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. നമുക്കറിയാം, 1600-കൾ മുതൽ തന്നെ 1500-കൾ മുതൽ തന്നെ സയ്യിദുമാർ ഈ ലാൻഡിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ പ്രദേശങ്ങൾ ആദ്യകാലത്തിൽ ഷെയ്ഖ് ജിഫ്രി തങ്ങളെപ്പോലെ, ഇവിടുത്തെ സയ്യിദ് അബ്ദുറഹ്മാൻ ഐദ്രൂസിയെ പോലെ, വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഐദ്രൂസിയെ പോലെയുള്ള, കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ സയ്യിദ് തങ്ങളെ പോലെയുള്ള 1600-ഉം 1700-ന്റെയും തുടക്കത്തിൽ വന്ന സയ്യിദുമാര് പ്രത്യേകിച്ചും കോസ്റ്റൽ ബെൽറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുകയും അവരുടെ സന്താനങ്ങൾ ഉൾദേശങ്ങളിലേക്ക് മാറി താമസിക്കുകയും ഒരു ഇസ്ലാമികമായ സമൂഹം രൂപപ്പെട്ടു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം,
46-46 സെയ്ദ് ഹസൻ ജിഫ്രി തങ്ങൾ മമ്പുറത്ത് വന്ന് താമസിക്കുന്നത്. നേരത്തെ തന്നെ തിരൂരങ്ങാടി പള്ളി വളരെ ഹിജ്റ 2ാമത്തെ നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടം മുതൽ തന്നെ കേരളത്തിലെ മുസ്ലിം പള്ളികളുടെ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം വരുമ്പോൾ തന്നെ ഈ തിരൂരങ്ങാടി ഏരിയയിൽ ഒരു മുസ്ലിം സെറ്റിൽമെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രതാപമുള്ള ഒരു ചരിത്രദേശമായിട്ടാണ്, ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ തന്നെ ആദ്യത്തെ പള്ളി വരുന്ന തിരൂരങ്ങാടിയാണ്. അതിനെ കേന്ദ്രീകരിച്ചൊരു മുസ്ലിം സെറ്റിൽമെന്റ് വളരെ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതിനെ തുടർന്ന് 1500-കളോടെ 1600-കളോടെ മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഉൾദേശങ്ങളിലേക്ക് മഖ്ദൂമിമാരുടെ ഒരു പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. മഖ്ദൂം സ്കോളേഴ്സ്, അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയിൽപ്പെട്ട മഖ്ദൂമി പണ്ഡിതന്മാർ. ഈ മഖ്ദൂമി പണ്ഡിതന്മാർ ഓരോ ഭാഗങ്ങളിലേക്ക് വരികയും അവിടുത്തെ കാളിമാരായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾ ഇവിടുത്തെ ഉൾദേശങ്ങളിലേക്ക് പോയിട്ട് 4-5 പള്ളികളിലെ കാളിമാരാകുകയും, ശരിക്കും ആ ഒരു തരത്തിലാണ് കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളുടെ ഉൾദേശങ്ങളിലെ ഇസ്ലാം രൂപപ്പെട്ടു വരുന്നത്. പുത്തനങ്ങാടി പള്ളിയുടെ ചരിത്രം നമുക്കറിയാം. തീരദേശത്തിൽ നിന്ന് ഉൾദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ ഇസ്ലാമികമായിട്ട് അവരെ വളർത്തിയെടുക്കുന്നതിൽ മഖ്ദൂമി പണ്ഡിതന്മാർ വളരെ പ്രധാനപ്പെട്ടതാണ്. 1600-കളിലും 1700-കളിലും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട പള്ളികൾ ഉൾദേശത്ത് വരികയും അവിടുത്തെ കാളിമാരായിട്ട് മഖ്ദൂമി പണ്ഡിതന്മാർ വളർന്നു വരികയും ചെയ്യുന്നു. തിരൂരങ്ങാടി പള്ളിയിൽ ജമാലുദ്ദീൻ മഖ്ദൂമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നാട്ടിൽ വലിയൊരു പണ്ഡിതനെ, ഒരു നേതൃത്വത്തെ, ഒരു ലീഡർഷിപ്പിന് ആവശ്യമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നതും. ആ ഒരു ഘട്ടത്തിലാണ് ഹസൻ ജിഫ്രി തങ്ങൾ മലബാറിൽ എത്തുന്നതും അദ്ദേഹത്തെ തിരൂരങ്ങാടി പള്ളിയിൽ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നതും. ആ ഒരു ഹദർമി സയ്യിദ്മാരുടെ നേതൃത്വം മലബാറിൽ വലിയ അർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന 1700-കളുടെ 2ാം പാതിയിൽ 1770-ൽ മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ ഇവിടേക്ക് കടന്നു വരികയാണ്. ഇവിടുത്തെ ഒരു മതകീയമായ അന്തരീക്ഷം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ലീഡർഷിപ്പിന്റെ ഒരു സ്വഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒരു സോഷ്യൽ സെറ്റപ്പ് എന്തായിരുന്നു എന്നുള്ളതാണ്. സാമൂഹികമായിട്ടുള്ളൊരവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഇവിടെ നടന്ന പോരാട്ടങ്ങളും മമ്പ്രം തങ്ങന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന പോരാട്ടങ്ങളുടെയും ഒരു പൊതു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമുക്കറിയാം, 1700-കൾ 1600 ഘട്ടങ്ങളിലൊക്കെ വലിയ അർത്ഥത്തിൽ ജാതീയമായിട്ട് സമൂഹത്തിൽ വിഭജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നൊരു ഘട്ടമാണ്. പ്രത്യേകിച്ച് 1700 ഘട്ടം. മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ 1770-കൾ ഇവിടെ എത്തുമ്പോൾ ഒരു 17 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണെങ്കിൽ പോലും ഇവിടെ സാമൂഹികമായിട്ട് വലിയ അർത്ഥത്തിൽ വിഭജനങ്ങൾ, ജാതീയമായിട്ട് വിഭജനങ്ങൾ നിലനിന്നിരുന്നൊരു ഘട്ടമാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഇവിടുത്തെ പരിഷ്കരണ നേതാക്കന്മാർ, റിഫോമിസ്റ്റുകളായിട്ട് നമ്മൾ പറയുന്ന ശ്രീനാരായണ ഗുരുവാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും ഡോക്ടർ പൽപ്പുവാണെങ്കിലും ഒക്കെ ഇവിടുത്തെ ജാതി വിവേചനത്തിനെതിരെ പോരാടിയിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടവരൊക്കെ 1800-ന്റെ അവസാനമോ 900-ന്റെ തുടക്കത്തിലോ കടന്നു വന്നവരാ. അവരൊക്കെ ഇവിടെ ഒരുപക്ഷെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മലബാറിൽ ഇത്തരത്തിലുള്ള വലിയ അർത്ഥത്തിൽ വിവേചനം നടന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ മമ്പുറത്ത് വന്ന്, മലബാറിന്റെ ഹൃദയമായിരുന്ന മമ്പുറത്ത് വന്ന് തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, മമ്പ്രം തങ്ങന്മാരുടെ പ്രവർത്തനങ്ങൾ, തങ്ങൾ ഓരോ ദിവസവും രാവിലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെടുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ഓരോ നാട്ടിലെയും ചുറ്റി സഞ്ചരിക്കുന്നു. ഓരോ നാട്ടിലെത്തിയിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുന്നു. അവിടെയുള്ള പണക്കാരെയും സാധാരണക്കാരെയും ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെയൊക്കെ നേരിട്ട് കാണുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അത് പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു. നമുക്കറിയാം, മമ്പ്രം തങ്ങളുടെ ഒരു ദൈവത്തിന്റെ മാതൃക എന്നുള്ളത് ഇന്ന് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു ബഹുസ്വരമായ ചേർന്ന് നിൽപ്പ്, അതോടൊപ്പം തന്നെ ഉൾദേശങ്ങളിലെ ഈ വലിയ അർത്ഥത്തിലുള്ള ഒരു ഇസ്ലാമികത, അത് എന്തുകൊണ്ട് ഇത്രമാത്രം മലബാറിൽ വളരെ ആഴത്തിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളതിന്റെ ഉത്തരം അത് മമ്പ്രം സയ്യിദ് അലവി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി നടന്നു, ഓരോരുത്തരുമായിട്ട് തങ്ങൾ ഇടപെട്ടു, അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചു. തങ്ങളിങ്ങനെ ചുറ്റി നടക്കുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ പല പ്രതാപികളുടെ, അക്കാലത്തെ വലിയ
പണക്കാരുടെ കുടുംബങ്ങളിലേക്കൊക്കെ തങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ കൽപ്പകഞ്ചേരിയിലെ മൂപ്പന്മാരുടെ ഫാമിലിയിലേക്ക് നമ്മൾ അവരുടെ ചരിത്രം വായിച്ചവരാണ്. തങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ അവർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. തങ്ങളതിൽ അവിടെ ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കുന്നുണ്ട്. വീണ്ടും അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അസ്റിന്റെ സമയമാകുമ്പോഴും ചീട്ടുകളി തുടർന്നുകൊണ്ടിരിക്കുക. തങ്ങൾ ആ സന്ദർഭത്തിൽ നിസ്കരിച്ചു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചെവി പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാട്ടിൽ വലിയ പണക്കാരനാണ്, വലിയ പ്രതാപിയാണ്. അപ്പോൾ ഏതോ ഒരു ഫക്കീറായി വന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാളുടെ ഇവിടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രതാപിയായ ഒരു കാരണവരുടെ ചെവി പിടിച്ചിട്ട് കാര്യം സംസാരിക്കുമ്പോൾ ജനങ്ങളാകെ അന്തം വിട്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കുന്നു, ഇത് സാധാരണക്കാരനായ ഒരാളല്ല. മമ്പ്രതങ്ങൾ കൃത്യമായിട്ട് കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു, നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതോടുകൂടിയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഒരു ഇസ്ലാമികമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. മമ്പ്രതങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു മുരീദായിട്ട്, ഒരു ശിഷ്യനായിട്ട് കടന്നു വരുന്നുണ്ട്. മൂപ്പന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് അത്തരത്തിലൊരു ഒരു ചരിത്രം, ഒരു കഥ നമുക്ക് വായിക്കാൻ സാധിക്കും. അക്കാലഘട്ടത്തിൽ ഇവിടുത്തെ വെട്ടത്തുനാട് ഭരണാധികാരികളുടെ ഒരു മന്ത്രിയായിട്ട് വലിയ സ്വാധീനമുള്ള ഒരു ഫാമിലി ആയിരുന്നു അവര്. മമ്പ്രം സയ്യിദ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ ഫാമിലിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മലബാറിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധാരാളം പള്ളികൾ ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചു. തങ്ങൾ ഓരോ ദേശത്ത് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഫാമിലികളെ, ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ തങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ തെറ്റുകാരായിരിക്കും, പക്ഷെ തങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർ തങ്ങളുടെ ആ ഒരു ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതോടുകൂടിയിട്ട് അവരൊരു സത്യസന്ധമായ പാതയിലേക്ക് വരുന്നതോടെ അവരുടെ സ്വാധീനം അത് തങ്ങളുടെ ദൈവത്തിന് വലിയ വഴികൾ തുറക്കുന്നുണ്ട്. മലബാറിൽ തങ്ങളുടെ ഓരോ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? ഓരോ മഹല്ലുകൾ രൂപപ്പെട്ടു വരാത്തൊരു കാലഘട്ടത്തിൽ മമ്പ്രം തങ്ങൾ ഓരോ ദേശത്തേക്കും കടന്നു ചെന്ന് അവിടുത്തെ കാരണവന്മാരെ സമീപിക്കുകയാണ്. കൊടിഞ്ഞി ഭാഗത്തേക്ക് മമ്പ്രം തങ്ങൾ ചെന്നപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അവിടെ അന്ന് പള്ളിയില്ല. ജനങ്ങൾ നിരന്തരം തങ്ങളുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ ഒരു പള്ളി വേണം. പക്ഷെ തങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു ജന്മിയില്ല. തങ്ങൾ അന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചിറമംഗലത്ത് നിന്ന് ഒരു ജന്മി കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുവരിക. ഒരുപക്ഷെ അദ്ദേഹം വന്നിട്ട് അവിടെ സ്ഥലമെടുത്തിട്ട് പള്ളി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാൻഡ് ഇവിടെയുണ്ട്. അദ്ദേഹം ചിറമംഗലത്ത് നിന്നൊരു ജന്മി വരുന്നു, അവിടെ ഒരു വീടുണ്ടാക്കുന്നു. ഇന്നും നമ്മൾ പോയാൽ കൊടിഞ്ഞിപ്പള്ളിയുടെ മുമ്പിൽ വളരെ ഒരു 200 വർഷത്തിന്റെ പഴക്കമുള്ളൊരു പഴയൊരു തറവാടുണ്ട്. ആ തറവാട് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് മമ്പ്രം തങ്ങൾ ആ പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. തങ്ങളുടെ ഒരു വില്ലേജ് രൂപീകരണത്തിന്റെ, ഒരു ഗ്രാമ രൂപീകരണത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രം, ഒരു രീതിശാസ്ത്രമുണ്ട്. തങ്ങളെങ്ങനെയാണ് ഈ നാടിനെ നിർമ്മിച്ചെടുത്തത് എന്ന്. അവിടെ സൂഫിസമുണ്ട്, അവിടെ ചേർത്തുപിടിക്കലുണ്ട്, അവിടെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളെയൊക്കെ തങ്ങളുടെ ദർബാറിൽ അവരൊക്കെ തുല്യരാണ്. ഓരോ നാട്ടിലേക്കും കയറി ചെന്നിട്ട് അവിടുത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് തങ്ങൾ അവിടെ ഒരു ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നു. അവിടുത്തെ കാരണവന്മാരെ സമീപിച്ച് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നു. അവരുടെ സ്വാധീനം, അവരുടെ പ്രതാപവും പടവും ഉപയോഗിച്ച് അവിടുത്തെ പള്ളികൾ ഉണ്ടാക്കുന്നു. തങ്ങൾ ധാരാളം പള്ളികൾ പുതുതാക്കി ധാരാളം പള്ളികൾ ഇല്ലാത്തിടത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ആഹ്വാനം നടത്തുന്നുണ്ട്. 100 കണക്കിന് പള്ളികൾ, മലബാറിൽ 100 കണക്കിന് പള്ളികൾ തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വെള്ളിമുക്ക് പള്ളിയും ഈ പള്ളിയും അടക്കം 100 കണക്കിന് പള്ളികൾ. ഇതുപോലെ തന്നെ അന്ന് വളരെ ചുരുക്കം വരുന്ന തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന പള്ളികളെ തങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പുനർനിർമ്മിക്കുന്നുണ്ട്. ചില ആളുകളോട് പള്ളി ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 100 കണക്കിന് പള്ളികൾ. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പള്ളികൾ എന്ന് പറയുന്നത് അത് ഒരു നാടിൻ്റെ പുരോയാനത്തെ, മുന്നോട്ടുള്ള ചലനങ്ങളെ എല്ലാ വിധത്തിലുമുള്ള വൈജ്ഞാനികമായിട്ട്, സാമൂഹികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെയൊക്കെ ഇവിടുത്തെ അതിജീവനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ഓരോ പള്ളികളുടെയും ചരിത്രം. നമുക്കറിയാം, ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന ജനങ്ങളെ ഒരിക്കലും അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള മാത്രമല്ല, അവരെ ഒരർത്ഥത്തിലും പരിഗണിക്കുക പോലും ചെയ്യാതിരുന്ന കാലഘട്ടത്തിൽ മമ്പ്രന്തങ്ങന്മാർ കടന്നു വന്നിട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടാണ് പള്ളി നിർമ്മിക്കുന്നത്. പള്ളി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ തച്ചുശാസ്ത്രം, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇത്തരത്തിലുള്ള ദളിത് വിഭാഗങ്ങളെ കൊണ്ട് തങ്ങൾ നിർമ്മിക്കുന്നു. നമ്മൾ ഓർക്കണം,
ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരിക്കലും അവരെ പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെന്ന പരിഗണന പോലും ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് നൽകപ്പെടാതിരുന്ന, വലിയർത്ഥത്തിൽ ഇവിടെ ജാതീയമായ ശ്രേണീകരണം ആഴത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മമ്പ്രം തങ്ങൾ കടന്നു വന്നിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച പാരമ്പര്യം നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു. ഞങ്ങളും മനുഷ്യരാണ് എന്ന് അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവം അത് മമ്പ്രം തങ്ങന്മാരുടെ ഇടപെടലിലൂടെയാണ്. മലബാറിന്റെ ഓരോ ഭാഗത്ത് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും മമ്പ്രം തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഇത്തരത്തിലുള്ള ശുഹദാക്കളെക്കുറിച്ച്, ഇത്തരത്തിലുള്ള പോരാളികളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അതവരുടെ ഷഹാദത്ത് നമ്മൾ അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ഒരു തലത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മാണാത്മകമായ ഒരു തലമുണ്ട്. നമ്മൾ ഇവിടുത്തെ ചേറൂർ ശുഹദാക്കളെക്കുറിച്ചും മുട്ടിച്ചിറ ശുഹദാക്കളെക്കുറിച്ചും നമ്മൾ പറയുമ്പോഴും ആത്യന്തികമായിട്ട് അതിൻ്റെ ചരിത്രം ചെന്നുപെടുന്നത് ധാരാളമായിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടം. നമുക്കറിയാം, ബ്രിട്ടീഷ് റെക്കോർഡ്സുകൾ പോലും പറയുന്നത് 1830 മുതൽ 1880 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഖാനേഷുമാരി പ്രകാരം വലിയ അർത്ഥത്തിലുള്ള ഒരു മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം കൺവേർഷൻ നടന്നൊരു ഘട്ടം. മലബാറിലെ പോപ്പുലേഷനിൽ വലിയ അർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണസംഖ്യ വർദ്ധിച്ചൊരു ഘട്ടമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മമ്പ്രം തങ്ങൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതായിരുന്നു. അത് ഒരു ഫോഴ്സ് കൺവേർഷൻ ആയിരുന്നില്ല, മമ്പ്രം തങ്ങളുടെ ഒരു ജീവിതമായിരുന്നു അതിന് കാരണം. മമ്പ്രം തങ്ങൾ ഓരോരുത്തരുമായിട്ട് ഇടപെട്ട് ജീവിച്ചപ്പോൾ ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള സാധാരണക്കാരന് സാധിച്ചു. കാരണം തങ്ങളുടെ ഇടപെടലുകൾ അങ്ങനെയായിരുന്നു. നമ്മൾ ഓർക്കണം, തങ്ങളുടെ പള്ളികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഈ മുട്ടിച്ചിറ പള്ളി പോലും പഴയ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പുതുക്കിപ്പണിയുന്നതിന് മുമ്പ് പൊന്നാനിപ്പള്ളി പോലെയുള്ള അതിൻ്റെ പഴമ നിലനിൽക്കുന്ന ഒരു പള്ളിയായിരുന്നു. പുതിയ കാലത്ത് നമുക്ക് പണവും സമ്പത്തും ഉണ്ടായപ്പോൾ നമ്മൾ സൗകര്യത്തിൻ്റെ പേരിൽ നമ്മളുടെ ആ ചരിത്ര പാരമ്പര്യത്തെ നമ്മൾ നശിപ്പിച്ചു. പക്ഷെ മമ്പ്രം തങ്ങൾ നിർമ്മിച്ച മലബാറിലെ പള്ളികൾ വളരെ ചുരുക്കം ഇന്നും അതേപോലെ ശേഷിക്കുന്നുണ്ട്. കെടേത്തൂർ പള്ളി പോലെ, തിരൂരിലെ, അതേപോലെ തിരൂർ പരിസരങ്ങളിലെ ധാരാളം പള്ളികൾ ഇപ്പോഴും ആ ഒരു പഴമയിൽ നിലനിൽക്കുകയാണ്. നമ്മളതങ്ങനെ സഞ്ചരിച്ച് കാണുമ്പോൾ, അവിടുത്തെ മിമ്പർ കാണുമ്പോൾ, അവിടുത്തെ മെഹ്റാബ് കാണുമ്പോൾ, അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങളും കൊത്തുപണികളും കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്നത് ചിന്തിക്കുമ്പോൾ എങ്ങനെ മമ്പ്രം തങ്ങന്മാർ ഇത്തരത്തിലുള്ള ഒരു പള്ളി നിർമ്മിതിയെ സപ്പോർട്ട് ചെയ്തു എന്ന് ഇന്നത്തെ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ശരിക്കും തദ്ദേശീയമായ ഒരു നിർമ്മാണത്തെ, ഒരു വാസ്തുകലയെ മമ്പ്രം തങ്ങന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. തദ്ദേശീയമായ വാസ്തുകലയെ. കാരണം മമ്പ്രം തങ്ങന്മാർ യമനിൽ നിന്ന് ഇവിടേക്ക് വരികയും ഹദർമൗത്തിൽ നിന്ന് വരുമ്പോഴും കേരളീയമായ ഒരു ഇസ്ലാമിൻ്റെ സ്വഭാവത്തെയാണ് അവരിവിടെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എല്ലാറ്റിലും, നിർമ്മാണത്തിലും, ഇടപെടലുകളിലും, വേഷത്തിലും എല്ലാം ഒരു കേരളീയമായ ഒരു പരിസരത്തെ മമ്പ്രം തങ്ങന്മാർ പ്രോത്സാഹിപ്പിച്ചത് നമുക്ക് കണ്ടെത്താൻ പറ്റും. പേരിൽ പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെയാണ് ഒരു കേരളീയമായ പേരിലൂടെ നമ്മൾ ആദ്യമായിട്ട് ഓർക്കുന്നത്. ഫസൽ പൂക്കോയ തങ്ങളെയാണ്. നമ്മൾ മുത്തുക്കോയത്തങ്ങളും പൂക്കോയത്തങ്ങളും മുല്ലക്കോയത്തങ്ങളും മലബാറിന്റെ തദ്ദേശീയമായ പേരിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? പൂക്കോയത്തങ്ങൾ നമ്മൾ ആദ്യമായിട്ട് മലബാറിന്റെ ചരിത്രത്തിൽ മമ്പ്രം തങ്ങളുടെ മകൻ സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങളെയാണ്. അദ്ദേഹം പള്ളികൾ ഉണ്ടാക്കിയപ്പോൾ, മെമ്പർ ഉണ്ടാക്കിയപ്പോൾ, മെഹ്റാബ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇന്നും പോയി നോക്കിയാൽ ഇവിടുത്തെ കേരളീയമായ തദ്ദേശീയമായ ഇവിടുത്തെ നിർമ്മാണ ഭംഗിയെ നിലനിർത്തിക്കൊണ്ടാണ് കൊത്തുപണികളും ഇവിടുത്തെ ഓരോ അലങ്കാരങ്ങളും അതിമനോഹരമായിട്ട് പള്ളിയിൽ അലങ്കരിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു യമനിൽ നിന്ന്, ഒരു ഒമാനിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു നിർമ്മാണത്തെയല്ല മമ്പ്രം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ്. നമ്മൾ ജനങ്ങളെ ഓരോ കാലഘട്ടത്തിലും ദഴവത്ത് നടത്തുമ്പോൾ എത്രമാത്രം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്കിടയിൽ തെറ്റിദ്ധാരണ ഇല്ലാത്ത വിധത്തിൽ ഓരോ മേഖലകളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മമ്പ്രം തങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമൂഹ രൂപീകരണ പ്രക്രിയ
തങ്ങൾ ഓരോ കാരണവന്മാരെ കാണുന്നു, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളികൾ ഉണ്ടാക്കുന്നു. മൂന്നാമതായിട്ട് തങ്ങൾ അവിടേക്ക് കാളിമാരെ പറഞ്ഞയക്കുന്നു, ഇമാമുമാരെ പറഞ്ഞയക്കുന്നു. നാലാമതായിട്ട് അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലകളിൽ വലിയ അർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ രീതിയിലാണ് മലബാറിൻ്റെ ഓരോ ഭാഗത്തും വലിയ അർത്ഥത്തിൽ തങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മലബാറിൻ്റെ വളരെ മനോഹരമായ ഒരു ഇസ്ലാമിക അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജാതീയമായിട്ട് വിവേചനമുണ്ടായ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ ചേർത്തുപിടിക്കൽ ഇവിടെ വലിയ അർത്ഥത്തിലുള്ള മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ജന്മികളെയും അവരെ പിന്തുണച്ചിരുന്ന ബ്രിട്ടീഷുകാരെയും വലിയ അർത്ഥത്തിൽ അവരെ ചൊടിപ്പിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1792 മലബാർ ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലേക്ക് പോകുന്നു. 1792 മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു 10 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മമ്പുറം തങ്ങളെ നാടുകടത്താനുള്ള പദ്ധതികളുമായിട്ടാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. 1792 ടിപ്പു സുൽത്താൻ്റെ കരങ്ങളിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഓർക്കണം, മലബാർ പോകുമ്പോഴും മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു 40 വയസ്സിന് താഴെ മാത്രം വരുന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങളെയാണ് ബ്രിട്ടീഷുകാർ ഉന്നം വെക്കുന്നത്. 1801 ആകുമ്പോഴേക്ക് മമ്പുറം സയ്യിദ് അലവി തങ്ങളെ നാടുകടത്താൻ ബ്രിട്ടീഷുകാർ പദ്ധതി ഇടുന്നുണ്ട്. മലബാർ കീഴടക്കി 10 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മമ്പുറം സയ്യിദ് അലവി തങ്ങളെ നാടുകടത്താൻ ബ്രിട്ടീഷുകാർ പദ്ധതി ഇടുന്നുണ്ട് എങ്കിൽ തങ്ങളുടെ സ്വാധീനം എത്രമാത്രമായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് തങ്ങളുടെ ഇടപെടലുകൾ എത്രമാത്രം ആഴത്തിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നുവരെ ഒരു സംഘടിതമായിട്ട് ഒരു കൊളോണിയലിസത്തിനെതിരെയുള്ള പോരാട്ടം മലബാറിൽ ഉണ്ടാകുന്നില്ല. ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രതിരോധം മലബാറിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മമ്പുറത്ത് വരുന്നതോടെ സ്കാറ്റേർഡായി കിടന്നിരുന്ന ജനങ്ങൾ മൊത്തം സയ്യിദ് അലവി തങ്ങളുടെ ഒരു ലീഡർഷിപ്പിന് കീഴിൽ സംഘടിതമായിട്ട് വരുന്നുണ്ട്. അതിൽ എല്ലാത്തരം ജനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ജാതീയമായിട്ട് യാതൊരു വിവേചനവുമില്ലാത്ത വിധത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അമുസ്ലിങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദളിത് വിഭാഗങ്ങൾ വ്യാപകമായിട്ടുണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ സവർണ വിഭാഗങ്ങളുമായിട്ടുമൊക്കെ തങ്ങളുടെ ഒരു ഇടപെടൽ നമുക്കറിയാം. കപ്പാട്ടി കൃഷ്ണപ്പണിക്കരാണെങ്കിലും കോന്തുനായരാണെങ്കിലും ഒക്കെ മമ്പുറം തങ്ങളുടെ സ്വന്തക്കാരായിരുന്നു അവർ. ഓരോ ജനവിഭാഗത്തെയും എങ്ങനെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന്, ഇടപെടണമെന്ന് തങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മമ്പുറം തങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ടാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോയി 10 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തങ്ങളെ നാടുകടത്തണമെന്ന ഒരു പ്രൊജക്റ്റിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം എത്തിച്ചേരുന്നത്. കാരണം അത്രമാത്രം വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടായിരുന്നു. തങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്ന പക്ഷം ഈ ജനവിഭാഗങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അത് തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയാണ് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം 1804 ആകുമ്പോഴേക്ക് 1801 തങ്ങളെ നാടുകടത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അത് നടക്കാതെ വരുമ്പോൾ 1804 ആകുമ്പോഴേക്ക് വീണ്ടും മമ്പുറം സയ്യിദ് അലവി തങ്ങളെ നാടുകടത്താൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 1844 മമ്പുറം തങ്ങൾ അന്തരിക്കുന്നത് വരെ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ നാടുകടത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം തങ്ങളുടെ അത്രമാത്രം വലിയ ഒരു പോപ്പുലാരിറ്റിയും തങ്ങളുടെ ഒരു ജനകീയതയും ബ്രിട്ടീഷുകാരെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ തങ്ങളുടെ സാന്നിധ്യം തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായി മാറി എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ജാതീയമായിട്ട് ഇവിടെയുള്ള സർവ്വജനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഒരു അർത്ഥത്തിലുമുള്ള വിവേചനമില്ലാത്ത വിധത്തിൽ ഇവിടത്തെ സർവ്വ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മമ്പുറം തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പള്ളികൾ ധാരാളമായിട്ട് ഉയർന്നു വന്നിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ചില ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പല ഹിന്ദു വീടുകൾക്ക് പോലും കുറ്റിയടിച്ച മമ്പുറം തങ്ങളെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇന്നും വലിയ ആദരവോട് കൂടിയിട്ട് അവരത് നിലനിർത്തി വരുന്നുണ്ട്, ഓർമ്മകൾ നിലനിർത്തി വരുന്നുണ്ട്. ധാരാളം ഹിന്ദു വീടുകൾക്ക് കുറ്റിയടിച്ച മമ്പ്രന്തങ്ങൾ. തിരൂർ താനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ചില സവർണ ഹിന്ദു വിഭാഗങ്ങളുടെ പോലും, അല്ലെങ്കിൽ നമ്പൂരിമാരുടെയൊക്കെ പോലെ ഇവിടുത്തെ ജാതീയ ശ്രേണിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകൾ പോലും മമ്പ്രന്തങ്ങളെ ഒരുപക്ഷെ നമ്മളെക്കാൾ ആദരവോടെ ഓർക്കുന്ന പല ഘട്ടങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ മമ്പ്രത്ത് പോയാൽ പല വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ അവിടെ വരുന്നുണ്ട്. അവരുടെ ചരിത്രം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് അവരുടെ പ്രപിതാക്കളിലൂടെ തുടങ്ങി വെച്ച ബന്ധങ്ങളാണ് അവരെ ഇന്നും അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തച്ചന്മാരുടെ ആശാരിമാരുടെ ചരിത്രവുമായിട്ട് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ ഈ പരിസരത്തുള്ള ധാരാളം പള്ളികൾ, നമ്മുടെ പള്ളിയടക്കം മമ്പ്രന്തങ്ങൾ കുറ്റിയടിക്കുന്നു. ഈ കുറ്റിയടിക്കുമ്പോൾ തങ്ങൾ സ്വീകരിച്ച ഒരു രീതി, ആ ഭാഗത്തുള്ള കുറ്റിയടിക്കുന്ന ആളുകളെ മൊത്തം ക്ഷണിച്ചു വരുത്തും. എന്നിട്ട് അവരോട് കുറ്റിയടിക്കാൻ പറയും. അതിൽ മുസ്ലിങ്ങൾ ഉണ്ടാവൂല, അവരാണ് ഈ പള്ളിക്ക് കുറ്റിയടിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ പലയിടങ്ങളിലും നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നിയ ഒരു അനുഭവം, ഒരേ സംഭവം പലയിടത്തും തങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. തങ്ങളൊരു സ്ഥലത്ത് പള്ളിക്ക് കുറ്റിയടിക്കാൻ ചെന്നാൽ ആ പരിസരത്തുള്ള തച്ചന്മാരെ അല്ലെങ്കിൽ ആശാരിമാരെ മൊത്തം വിളിച്ചു കൂട്ടാൻ പറയും. എന്നിട്ട് തങ്ങളൊരു സ്ഥലത്തിരിക്കും, എല്ലാവരോടും ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ട് പള്ളിക്ക് പറ്റിയ സ്ഥലം കണ്ടെത്താനും കുറ്റിയടിക്കാനും പറയും. എല്ലാവരും അവരുടെ പരിശോധനകൾ നടത്തിയിട്ട് പള്ളിക്ക് കുറ്റിയടിക്കും. അവസാനം ഒരാൾ മാത്രം ബാക്കിയാവും. അയാൾ കുറ്റിയുമായിട്ട് തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. തങ്ങൾ ചോദിക്കും, നിങ്ങളെന്താണ് കുറ്റിയടിക്കാത്തത് എന്ന്. അപ്പം അദ്ദേഹം പറയും, തങ്ങൾ തമ്പ്രാൻ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് പള്ളിക്ക് കുറ്റിയടിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന്. ഇത് നമുക്ക് വ്യത്യസ്ത ഭാഗങ്ങളിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചരിത്രമാണ്, ഒരേ സംഭവം. പക്ഷെ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഈവൻ കോഴിക്കോട് ഭാഗത്ത് ഫറോക്ക് ഭാഗത്ത് പോയപ്പോൾ പോലും അവിടെ ഒരു പള്ളിക്ക് കുറ്റിയടിക്കാൻ മമ്പ്രന്തങ്ങൾ വരുന്നുണ്ട്. മമ്പ്രന്തങ്ങളെ ഒരു വള്ളത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കോഴിക്കോട്ടേക്ക്. അവിടെ എല്ലാവരും തങ്ങൾ ഇതേ സംസാരം അവിടെയും പറയുന്നുണ്ട്. അവിടെയുള്ള എല്ലാ ആശാരിമാരെയും ഒരുമിച്ച് കൂട്ടാൻ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, എല്ലാവരും കുറ്റിയടിക്കുന്നു. അവസാനം ഒരാൾ മാത്രം നിൽക്കുന്നു. തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് കുറ്റിയടിക്കാത്തത് എന്ന്. അദ്ദേഹം വന്ന് തങ്ങളോട് പറയുന്നുണ്ട്, തങ്ങൾ ഇരുന്ന സ്ഥലമാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. തങ്ങൾ അവരുടെ തലയിൽ കൈവച്ചിട്ട്, മോനെ നീയാണ് ആശാരി എന്ന് അവർക്കൊരു വരം കൊടുക്കുന്നുണ്ട്. ഇന്നും മലബാറിൽ അത്തരത്തിലുള്ള വരം കിട്ടി മലബാറിലെ ധാരാളം പ്രധാനപ്പെട്ട പള്ളികൾക്ക് കുറ്റിയടിക്കുകയും തച്ചുശാസ്ത്ര നിർമ്മാണ പണി നടത്തുകയും ചെയ്യുന്ന ധാരാളം കുടുംബങ്ങൾ, ഹിന്ദു കുടുംബങ്ങൾ മലബാറിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരോട് സംസാരിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ ആദരിക്കുന്നതിനേക്കാൾ അവരുടെ അച്ചച്ചന്മാരിലൂടെ തങ്ങളുമായിട്ട് അവർ നിലനിർത്തുന്ന ഒരു ആത്മീയ ബന്ധം. ഒരു വർഷത്തിൽ 3, 4, 5 തവണ മമ്പ്രത്ത് വന്നിട്ട് മമ്പ്രന്തങ്ങളുടെ ജാറം മൂടി പോകുന്ന ഹിന്ദു കുടുംബങ്ങൾ. ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ, ഈ ഒരു കണക്ഷനാണ് ശരിക്കും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം മമ്പ്രന്തങ്ങന്മാരെ ഏറ്റവും വലിയ അർത്ഥത്തിൽ പേടിപ്പിക്കാൻ, അവർക്കൊരു ഭീതി സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ്. ജാതീയമായിട്ട് പുതിയ കാലത്തുള്ളതുപോലെ ഒരു ഡിവൈസീവ് പൊളിറ്റിക്സ്, അതിനെ തങ്ങൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്തു, എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ ഒരു വലിയ ജനസ്വാധീനമുള്ള ഒരാളായിട്ട് മമ്പ്രന്തങ്ങൾ മാറുകയാണ്. സാമൂഹികമായിട്ട് തങ്ങളുടെ സ്വാധീനം, മതപരമായിട്ട് തങ്ങളുടെ സ്വാധീനം നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് തങ്ങളുടെ സ്വാധീനവും നമുക്കറിയാം. ഉമർ ഖാദി അടക്കം, കോഴിക്കോട്ടെ അന്നത്തെ ഖാദിമാരടക്കം, തിരൂരങ്ങാടിയിലെ ഖാദിമാരടക്കം, ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന പണ്ഡിതന്മാരൊക്കെ മമ്പ്രന്തങ്ങന്മാരുടെ ത്വരീഖത്തിൽ, ബാലവി ത്വരീഖത്തിൽ അംഗമായിട്ട് തങ്ങളെ ഒരു മുർഷിദായിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന ഒരു പാരമ്പര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളൊക്കെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെക്കോർഡ്സുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും തങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ ബ്രിട്ടീഷ് റെക്കോർഡ്സുകൾ പോലും പറയുന്നത് തങ്ങളുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലുകളാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ തങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന, അതിനുശേഷം സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളെയൊക്കെ നാട് കടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തതിന്, നേരിട്ട് ജനങ്ങളെ പ്രചോദിപ്പിച്ചതിന് അവർക്ക് രേഖകൾ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ എവിടെയെന്നെങ്കിലും ഒരു യുദ്ധത്തിൽ ഒരാളെ പിടിക്കപ്പെടുമ്പോൾ അയാളുടെ കഴുത്തിലെ ഉറുക്ക്, അയാളുടെ കയ്യിലെ വടി,
അതൊരു പക്ഷെ മമ്പുറത്ത് നിന്ന് വന്ന് മമ്പുറം തങ്ങളുടെ ആശീർവാദവുമായിട്ട് കടന്നുപോയതായിരിക്കുമെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ തങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നാടുകടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നത്. ശരിക്കും 1830 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയ അർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ കൺവേർട്ടായിട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭം. ആ ഒരു ഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ മുട്ടിച്ചിറ ശുഹദാക്കളുടെയും അതേപോലെ തന്നെ ഈ ചേറൂർ ശുഹദാക്കളുടെയും ഒക്കെ ചരിത്രം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പോരാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ വേരുകൾ ചെന്ന് ബന്ധപ്പെടുന്നത് ഇവിടുത്തെ ഒരു ജാതീയ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ധാരാളം പേര് മുസ്ലിമാകുന്നു, ഇവിടെ ഒരു പള്ളി രൂപപ്പെട്ടു വരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സവർണ തമ്പുരാക്കന്മാരുടെ മുമ്പിലൂടെ ജനങ്ങൾ പള്ളിയിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ നിരന്തരമായിട്ട് പൊതുവഴിയിലൂടെ നടന്നു വരിക, എന്നിട്ട് പള്ളിയിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഉന്നമൊക്കെ ഇവിടുത്തെ സവർണ മേലാളന്മാർ ജന്മികൾ വളരെ മനോഹരമായിട്ട് ഈ ചരിത്രത്തെ രേഖപ്പെടുത്തിയപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ നിന്ന് മരിച്ചുപോയ ഡോക്ടർ KN പണിക്കർ ഒരു ആഴ്ച മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഈ ഒരു ചരിത്രത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹത്തെ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് പോലും എഗൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന, എഗൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. മമ്പ്രന്തങ്ങന്മാരുടെ നിരന്തരമായിട്ടുള്ള പോരാട്ടം അദ്ദേഹം അതിൽ വലിയ വിപുലമായിട്ട് തന്നെ മുട്ടിച്ചിറ ശോതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ മമ്പ്രന്തങ്ങന്മാരെ കുറിച്ച് പുസ്തകം എഴുതിയിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. മുട്ടിച്ചിറ ശുഹദാക്കളെയും മൂന്നിയൂരിനെയൊക്കെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിപുലമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ഇവരുടെ പോരാട്ടം ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലോർഡ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജന്മികൾക്കെതിരെയാണ്. കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോട് കൂടിയിട്ട് ഇവിടുത്തെ പ്രവർത്തിച്ചിരുന്ന ജന്മികൾ അന്നത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വലിയൊരു ഭീഷണിയായിരുന്നു. ഇവിടുത്തെ താച്ചു പണിക്കരുടെ ചരിത്രവും അതിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുന്നത്. ഒരു പള്ളി രൂപപ്പെടുകയും വലിയ അർത്ഥത്തിൽ ജനങ്ങൾ വന്നു ചേരുകയും ചെയ്യുമ്പോൾ ഈ പള്ളിയുടെ ഉടമസ്ഥാവകാശവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന് മുമ്പ് തന്നെ വിശുദ്ധ റമദാനിൽ ജനങ്ങൾ ഇവിടെ ഒരു വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വരുന്നു. ധാരാളം പേര് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പൊതുവഴിയിലൂടെ നടക്കുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കാതെ വരുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉടുത്ത വസ്ത്രം മാറ്റിയെടുക്കാൻ വസ്ത്രങ്ങളില്ലാതിരുന്ന പാവപ്പെട്ട ജനങ്ങൾ പള്ളിയിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ നമുക്കറിയാം പഴയ പള്ളിയോടനുബന്ധിച്ചൊക്കെ കുളങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ പാടങ്ങളുണ്ടാകും. അവിടെ വെച്ച് തോടുകളുണ്ടാകും, അവിടെ വെച്ച് കുളിച്ചിട്ട് അവർ ആ വസ്ത്രം അവിടെ തന്നെ തോലയിടും. വലിയ അർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഈ ഒഴുക്ക് കണ്ടപ്പോൾ താഴ്ന്ന ജനവിഭാഗങ്ങൾ ഈ മതം മാറി വരുന്നതോട് കൂടിയിട്ട് അവർ വലിയൊരു പോസ്റ്റിലേക്ക്, ഒരു പൊസിഷനിലേക്ക് അവരെത്തിപ്പെടുകയാണ്. അവരെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു തലത്തിലേക്ക് അവരെത്തിപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തോടുള്ള വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് ധാരാളം ആളുകൾ വരുന്നതും അവരുടെ വസ്ത്രത്തിലേക്ക് മുറുക്കി തുപ്പുന്നതും. അതൊരു നിമിത്തം മാത്രമായിരുന്നു. നേരത്തെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലബാറിലുണ്ടായിരുന്ന ജാതീയമായ വിവേചനത്തിനെതിരെയുള്ള വിശ്വാസികളായിട്ട് മുസ്ലിങ്ങളായിട്ട് വന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു വലിയ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ആരംഭം. പക്ഷെ അന്ന് അതിനോട് വലിയ അർത്ഥത്തിൽ പ്രതിരോധിക്കാനും എതിരിടാനും ഒക്കെ പലരും മുന്നോട്ട് വരുന്നുണ്ട്. വിഷയം പെട്ടെന്ന് തന്നെ മമ്പുറത്തെത്തുന്നുണ്ട്. തങ്ങൾ അത് ഇടപെട്ട് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഈ പ്രശ്നം വീണ്ടും അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് വിവരമെത്തുന്നതും അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വരുന്നതും. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തെ വലിയ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന താച്ചു പണിക്കർ ഈ ഭൂമിയുടെ, ഈ പള്ളിയുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിൻ്റെതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു. അത് പുതിയൊരു ഒരു തലത്തിലേക്ക് ഈ സംഘർഷങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് വീണ്ടും മൂർച്ഛിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വകവരുത്തുന്നതിലേക്ക് ഈ സംഘർഷം എത്തിപ്പെടുന്നത്. വിശുദ്ധ റമദാനിന്റെ അവസാനമാകുന്നു.
ഈ പ്രശ്നം വീണ്ടും വലിയ നിലയിൽ അത് കത്തിപ്പടർന്ന് പെരുന്നാൾ കഴിഞ്ഞു 6ാമത്തെ ദിവസം അപ്പോഴേക്കും ഇത് ബ്രിട്ടീഷുകാരുടെ വലിയ പിന്തുണയോട് കൂടിയിട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ഒരു ടീം ബറ്റാലിയനായിട്ട് കേണൽ ഷേക്സ്പിയറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പട തന്നെയും ഈ പള്ളിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന 11ഓളം പേര് അവരുമായിട്ട് ചെറുത്തുനിന്ന് പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഒരു വളരെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിന് ആ ഒരു ദിവസം സാക്ഷിയാവുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ജാതീയമായ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശരിക്കും മുട്ടിച്ചിറ ശോതാക്കളുടെയും ഇത് തന്നെയാണ് നമ്മൾ ചേറൂർ ശോതാക്കളിലേക്ക് എത്തുമ്പോഴും തങ്ങളുടെ അടുത്ത് വന്ന് ഒരു വിഭാഗം മുസ്ലിം ആവുകയാണ്. മുസ്ലിമായതിന് ശേഷം അവർ വീണ്ടും കപ്പാട്ട് കൃഷ്ണപ്പണിക്കരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫാമിലി, കുറച്ചാളുകൾ, കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും മുസ്ലിമാകുന്നു. നമുക്കറിയാം, അന്ന് മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ മുസ്ലിമായി വരുന്നതോട് കൂടിയിട്ട് അവർ പൂർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ പിന്നീട് എല്ലായിടത്തിലേക്കും പോകുന്നത്. തൊട്ടടുത്ത ദിവസം പാടത്ത് പണിയെടുക്കാൻ വന്നപ്പോൾ അവർ പൂർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് അവരുടെ ജന്മി ഇടപെടുന്നു, നിങ്ങൾ എന്തിനാണ് വസ്ത്രം ധരിച്ചത്? അത് പിച്ചി ചീന്തുന്നു, ഒരു സ്ത്രീയുടെ വസ്ത്രം പിച്ചി ചീന്തുന്നു. ഇത് വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നു. തങ്ങളുടെ അടുത്തേക്ക് ഇതിൻ്റെ കംപ്ലൈന്റ് എത്തുന്നു. ഒരാൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വിശ്വാസത്തെ നിലനിർത്താൻ ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമിൻ്റെയും അവകാശങ്ങളെ നിലനിർത്താനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ ഊന്നിന്നുകൊണ്ട് അവിടെ നിന്നാണ് ഒരു പുതിയ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ തലത്തിലേക്ക് ഈ ഒരു മുട്ടിച്ചിറ യുദ്ധമാണെങ്കിലും ചേറൂർ യുദ്ധമാണെങ്കിലും എത്തിച്ചേരുന്നത്. ദളിത് വിഭാഗങ്ങളുടെ വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളുടെ കൃത്യമായൊരു ഇടപെടൽ. നമുക്കറിയാം, മമ്പ്രം സെയ്ദ് അലവി തങ്ങൾ 1844 മരിച്ചതിന് ശേഷം സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. 4 വർഷം മക്കത്ത് പോയിട്ട് പഠിക്കുന്നു. അതിന് ശേഷം 1848 സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ മമ്പ്രം തങ്ങളെക്കാൾ വളരെ ആഴത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കൃത്യമായ ഇടപെടാനുള്ള കഴിവും കാഴ്ചപ്പാടോടുകൂടിയാണ് സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയും ഇത് തന്നെയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ, ദളിതരായ, ആരാലും പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങൾ കൃത്യമായിട്ട് നയപ്രഖ്യാപനം നടത്തുന്നുണ്ട്. തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് വന്നാൽ നിങ്ങളൊരിക്കലും ഈ ജന്മികൾക്ക് മുമ്പിൽ നിങ്ങളുടെ വസ്ത്രം മാറ്റിവെക്കാൻ പാടില്ല. അത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇസ്സത്താണ്. അത് നമുക്ക് നൽകുന്ന ഒരു പ്രതാപമുണ്ട്, ഒരു അഭിമാനബോധമുണ്ട്. അതുകൊണ്ട് ആരുടെ മുമ്പിലും നിങ്ങൾ വസ്ത്രം അഴിച്ചു വെക്കേണ്ടതില്ല എന്ന് സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ജന്മികൾ കഴിച്ച ഭക്ഷണം, ഇവിടുത്തെ സവർണ വിഭാഗങ്ങൾ കഴിച്ച ഭക്ഷണം, അത് അവരുടെ ഉച്ഛിഷ്ടങ്ങൾ നിങ്ങൾ ഭുജിക്കരുത് എന്ന് അത് തങ്ങൾ അന്നത്തെ ഒരു അഭിമാനബോധത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന ഒരു അഭിമാനബോധം, ജന്മിത്വം അടിച്ചമർത്തിയിട്ട് വലിച്ചെറിഞ്ഞ ഇവിടുത്തെ സാധാരണക്കാരെ പിന്തള്ളപ്പെട്ടപ്പോൾ വിശ്വാസം അവർക്ക് നൽകുന്ന ഒരു കരുത്ത് തങ്ങൾ അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ സവർണ ജന്മി വിഭാഗങ്ങളുടെ ഉച്ഛിഷ്ടങ്ങൾ നിങ്ങൾ ഭുജിക്കരുത് എന്ന് ഫضൽ പൂക്കോയ തങ്ങൾ അവരോട് പറയുന്നുണ്ട്. മാത്രവുമല്ല, തങ്ങൾ അവരോട് പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം അന്ന് ജന്മികൾ അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും ഇവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാർക്കും ദളിത് വിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. തങ്ങൾ അവരോട് പറയുന്നു, വെള്ളിയാഴ്ച നിങ്ങൾ തൊഴിലെടുക്കാൻ പാടത്ത് പോകരുത്. വെള്ളിയാഴ്ച വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് അന്ന് നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി നിർത്തണമെന്ന് നമ്മൾ ഓർക്കണം. സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങളും മമ്പ്രം തങ്ങന്മാരും ഇവിടുത്തെ സാധാരണക്കാരായ തദ്ദേശീയ ജനങ്ങൾക്ക് അഭിമാനകരമായിട്ടൊരു അഭിമാന ബോധം കൊടുത്തു. കൃത്യമായിട്ട് അവർക്ക് കാഴ്ചപ്പാട് കൊടുത്തു. കൃത്യമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കൊടുത്തു. അന്ന് അവർ നൽകിയ ആ ഒരു അഭിമാന ബോധമാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ ഈ ഒരു വലിയ അർത്ഥത്തിലുള്ള മുസ്ലിം ജനസംഖ്യ ശക്തിപ്പെടുന്നതിന് നിമിത്തമായിട്ടുള്ളത്.
അതിന് ഒരുപാട് പള്ളി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, ജനങ്ങളുടെ അവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പേർക്ക് തങ്ങളുടെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഞാൻ സൂചിപ്പിച്ച ചേറൂർ ശുഹദാക്കളും അതേപോലെ മുട്ടിച്ചിറ ശുഹദാക്കളും. സെയ്ദ് ഫضൽ പുകോയ തങ്ങളുടെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, കൊളത്തൂർ യുദ്ധം നടക്കുന്നുണ്ട്, മട്ടന്നൂർ യുദ്ധം നടക്കുന്നുണ്ട്, വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായ യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ധാരാളം പേര് ഷഹീദായി വരുന്നുണ്ട്. മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ശുഹദാക്കളുടെ, കേരളത്തിലെ മുസ്ലിംകളുടെ ഈമാനിന്റെ രൂപീകരണ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് മമ്പ്രം തങ്ങന്മാരുടെ ഒരു ഇടപെടലുകൾ കാണുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ശുഹദാക്കളുടെ ചരിത്രം നമ്മൾ കാണുന്നതും. ആ ഒരു അഭിമാനബോധം അത് രാഷ്ട്രീയ മേഖലയിലാണ് എങ്കിലും സാമൂഹിക മേഖലയിലാണ് എങ്കിലും ഇവിടുത്തെ വൈജ്ഞാനികമായിട്ടുള്ള ഇൽമി മേഖലയിലാണെങ്കിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഓർമ്മകൾ 190 വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ 180 വർഷം കഴിയുമ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട 18-ാം നൂറ്റാണ്ടിലെ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് ഈ ഒരു മുട്ടിച്ചിറ യുദ്ധം, സമരം, ഇടപെടലുകളും ചരിത്രത്തിൽ ഉല്ലേഖിതമായിട്ട് കിടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഇന്നലകളിലെ ചരിത്രങ്ങളുടെ ആഴവും നമ്മൾ മനസ്സിലാകാതെ പോകുമ്പോഴും നമ്മളുടെ ദേശം വലിയൊരു ചരിത്ര രേഖകളിൽ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് റെക്കോർഡ്സുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട് ഈ മുട്ടിച്ചിറയെക്കുറിച്ച്, ഈ ദേശങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ പോരാട്ടങ്ങളെക്കുറിച്ച് കറസ്പോണ്ടൻസ് ഓഫ് മാപ്പിള ഔട്ട്റൈജസ്, ചരിത്രത്തിലെ CMO എന്ന് പറയും, വലിയ അന്നിവിടെ നടന്നുകൊണ്ടിരുന്ന ഓരോ സംഭവങ്ങളും മദ്രാസിലേക്ക് അയച്ചു കൊടുത്ത് പിന്നീട് സമാഹരിക്കപ്പെട്ട ചരിത്രങ്ങളുടെ വലിയൊരു ഡോക്യുമെൻ്റ് തന്നെയുണ്ട്. ഒരു ബൃഹത്തായ ധാരാളം രേഖകൾ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൽ ഇവിടുത്തെ ഓരോ ദേശത്തിൻ്റെയും ഇവിടുത്തെ സെറ്റിൽമെൻറ്റ് ചരിത്രവും ഇവിടുത്തെ പോരാട്ടങ്ങളുടെ ചരിത്രവും മമ്പ്രം തങ്ങന്മാരുടെ ശക്തമായ ഇടപെടലുകളുടെ ചരിത്രവുമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശമാണ് ബ്രിട്ടീഷ് റെക്കോർഡ്സുകളിൽ നമുക്ക് മുട്ടിച്ചിറയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് അത്രമാത്രം ബ്രിട്ടീഷ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ വളരെ ആത്മീയമായിട്ട് നമ്മൾ മമ്പ്രം തങ്ങന്മാരെ ഓർക്കുമ്പോൾ മമ്പ്രം തങ്ങളുടെ ഒരു ആത്മീയമായ നിരന്തരമായ ഒരു സാന്നിധ്യം, ഒരു നോട്ടം, നമുക്കറിയാം മമ്പ്രത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ദേശം. 1800 മമ്പ്രം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഒരു 2-3 വർഷം മുമ്പ് തങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന 11 പേര് തങ്ങളുടെ സാന്നിധ്യത്ത് പോകുന്നു, തങ്ങളുടെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നു. അപ്രതീക്ഷിതമായിട്ട് വലിയൊരു പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. അവർ ഷഹീദാകുമ്പോൾ തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകളും ഇടപെടലുകൾക്കും സാക്ഷിയായൊരു മണ്ണ്. മമ്പ്രം തങ്ങന്മാരെ പോലെ തന്നെ ഞാൻ നേരത്തെ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപക്ഷെ മലബാറിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒരുപക്ഷെ മമ്പ്രം തങ്ങന്മാർ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് രചിക്കപ്പെട്ട അനുസ്മരണ ഗ്രന്ഥങ്ങൾ, പാട്ടുകളായിട്ടും കസീദകളായിട്ടും മൗലിദുകളായിട്ടും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രചിക്കപ്പെടുന്നത് മമ്പ്രം തങ്ങന്മാരെ കുറിച്ചാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു 15-20ഓളം മൗലിദുകളെങ്കിലും തങ്ങളെക്കുറിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈ 20ഓളം ഗ്രന്ഥങ്ങളിലും തങ്ങളുടെ ജീവിതത്തെ സംഗ്രഹിച്ച് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ട് പരാമർശിക്കപ്പെടുന്നതാണ് മുട്ടിച്ചിറ യുദ്ധത്തെക്കുറിച്ച്, ഇവിടുത്തെ ശുഹദാക്കളെ കുറിച്ച്. തങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട മാലപ്പാട്ടുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ചേറൂർ ചിന്തു പോലെയുള്ള മമ്പ്രം തങ്ങൾ വഫാത്തായിട്ട് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തങ്ങളെ നേരിട്ട് അനുഭവിച്ചവരെഴുതി വെച്ച പുസ്തകങ്ങൾ അറബി മലയാളത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. തങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 പോരാട്ടങ്ങൾ, സമരങ്ങൾ തങ്ങളുമായിട്ട് ചേർത്ത് വെക്കുന്നത് ഈ 2 പോരാട്ടങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അന്ന് തന്നെ 1800കളുടെ അവസാനം മുതൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിരന്തരമായിട്ട് നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മമ്പ്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മമ്പ്രത്തുണ്ടായിരുന്ന പഴയകാലത്ത് വലിയ ഉറൂസുകളെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ നാടുകളിൽ നിന്ന് അങ്ങോട്ട് വരവുണ്ടാകുന്നുണ്ട്. വലിയ ആനകളൊക്കെ പങ്കെടുത്തിരുന്ന ഉറൂസുകൾ മമ്പ്രത്തിൻ്റെ പഴയ ചരിത്രത്തിൽ കണ്ടെത്താൻ പറ്റും.
ഇത്തരത്തിലുള്ള വരവുകൾ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സൂഫികളുടെ ആത്മീയമായിട്ട് ശ്രോതാക്കളുടെ നാടുകളിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, അതേപോലെ തന്നെ പുതുപ്പറമ്പ് കുഞ്ഞാലിയുടെ കുറ്റൂർ ഭാഗത്ത് നിന്നൊക്കെ അവിടേക്ക് വരവുണ്ടാകുന്നുണ്ട്. തങ്ങളുമായിട്ട് ആത്മീയ ബന്ധം നിലർത്തിയിരുന്ന ആളുകളുടെ, അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ ഈ തീരദേശങ്ങളിൽ നിന്നും ഇവരൊക്കെ മമ്പ്രന്തങ്ങന്മാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരാണ്. മമ്പ്രന്തങ്ങൾ വഫാത്തായതിനു ശേഷവും ഈ നാടും തങ്ങളുടെ ജാറവും പരിസരവും നിരന്തരമായിട്ടൊരു ആത്മീയ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ആത്മീയ ബന്ധം എല്ലാ കാലഘട്ടത്തിലും നിരന്തരമായിട്ട് ഓരോ തലമുറകളും ഏറ്റെടുത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ തന്നെയാണ് കളിയാട്ടക്കാവും ഉത്സവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്പുറത്തേക്ക് വരുന്നവർ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഒരു വിഭാഗം വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് അവർ പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാതീയമായ പരിസരത്തിൽ തങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ചില ഭാഗത്തേക്ക് പോകുമ്പോൾ, താനാളൂർ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ കാലികളെ ഈ അവിടെയൊക്കെ ഈ കൂട്ടു മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്, കന്നുകൂട്ട് മത്സരങ്ങൾ. ഈ കന്നുകൂട്ട് മത്സരങ്ങൾക്ക് കണ്ടം നിർണയിച്ചു കൊടുത്തിരുന്ന മമ്പ്രന്തങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കണ്ടം കുറ്റിയടിച്ചിരുന്നത് മമ്പ്രന്തങ്ങളാണ്. താവഴിയായിട്ട് അവർക്കിടയിൽ കൈമാറി വരുന്ന വിവരങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ സർവ്വ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആഘോഷത്തിലും അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജീവിതത്തിലും ഇടപെടലുകളിലും പെരുമാറ്റത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും പള്ളിയിലുമൊക്കെ കൃത്യമായിട്ടൊരു ലീഡർഷിപ്പോട് കൂടിയിട്ട് ഇടപെട്ടിരുന്ന മമ്പ്രന്തങ്ങന്മാര് പുതിയ കാലത്തും അവരുടെ ആത്മീയമായ രീതിയിൽ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മമ്പ്രന്തങ്ങന്മാരുടെ കാലം ആരംഭിക്കുക. ഇനിയൊരു 3-4 മാസം മലബാറിൽ മമ്പ്രന്തങ്ങന്മാരുടെ ഓർമ്മകൾ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടക്കം വരുന്നത് ഈ ഒരു കുറ്റിച്ചിറയിൽ നിന്നങ്ങ് തുടങ്ങുക. റമദാൻ കഴിയുന്നതോടെ ഇവിടെ നിന്നങ്ങ് തുടങ്ങും. പിന്നീട് മുഹറവും കഴിഞ്ഞ് മലബാറിൻ്റെ ഓരോ കുഗ്രാമങ്ങളിലും തങ്ങൾ നിർണയിച്ചു വെച്ച ഓരോ മൗലിദുകളുണ്ട്, നാട്ടുമൗലിദുകളുണ്ട്, തങ്ങൾ സന്ദർശിച്ച പള്ളികളുണ്ട്, തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോരാട്ടങ്ങളുണ്ട്, തങ്ങൾ വന്നിരുന്ന സ്ഥലങ്ങളുണ്ട്, തങ്ങളുടെ കാലടികളുണ്ട്. മലബാറിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു 10-20 സ്ഥലത്തൊക്കെ തങ്ങളുടെ കാലടികൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ നടന്നുപോയ ഇടങ്ങൾ പോലും മലബാറിലെ വിശ്വാസികൾ അത് കൊത്തിവെച്ച് സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിനെ കേന്ദ്രീകരിച്ച് മൗലിദുകൾ നടക്കുന്നു. മുഹറം മാസം വരുമ്പോഴോടെ മമ്പ്രന്തങ്ങൾ നമുക്കിടയിൽ സജീവമായിട്ട് ലൈവാവുകയാണ്. ജീവിച്ചിരുന്ന മമ്പ്രന്തങ്ങളെക്കാൾ മരിച്ച മമ്പ്രന്തങ്ങൾ വളരെ ശക്തനായിട്ട് നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ശുഹദാക്കളിലൂടെ നമ്മൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ഉസ്താദുമാരെ കോതിയതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വരിച്ച ശുഹദാക്കളെ നമ്മൾ ഒരിക്കലും മരിച്ചുപോയി എന്ന് വിചാരിക്കരുത്. അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ അടുത്ത്. അവർ ഭക്ഷണം നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ സൂഫികളും ശുഹദാക്കളുമൊക്കെ ഇത്തരത്തിൽ നമുക്ക് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചരിത്രത്തെ നിരന്തരം ലൈവാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മലബാറിലെ മുസ്ലിങ്ങളുടെ ഒരു മഹാപ്രതാപത്തെ, പഴയകാല ചരിത്രത്തിൻ്റെ ഒരു പ്രതാപത്തെ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. നമ്മളുടെ ജീവിതത്തിലേക്ക് ഇത്തരം ഓർമ്മകൾ വലിയ ഒരു എനർജിയായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സൂഫികളുടെയും അതേപോലെ ശുഹദാക്കളുടെയും ഒക്കെ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളുടെ പാരത്രിക ജീവിതം അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.